ആദർശ് ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് നയനയുടെ മുഖം ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുന്ന കാണുകയാണ്. നയന അടുക്കള നിൽക്കാതിരിക്കോട്ടോ കരഞ്ഞു കലഞ്ഞ് കണ്ണുകളുമായിട്ട് നയനോട് നിൽക്കുന്നുണ്ട്. ആദർശ് നയന ഒരു കോഫി എന്ന് പറയുന്നുണ്ട് കേട്ടോ. നയന അവന്റെ കോഫിയായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവാണ്. പെട്ടെന്ന് ആദർശ് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് എന്താ നയന എന്തായാലും മിണ്ടാതെ പോണേ എന്ന് പറയുന്നുണ്ട്. ഒന്നുമില്ല ആദർശിട്ടെന്ന് പറയുമ്പോൾ നീ ഇവിടെ എന്റെ അടുത്ത് ഇരുന്നെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശിന്റെ അടുത്തേക്ക് നയന ഇരിക്കാണ്. അല്ല നിനക്ക് എന്താ പറ്റിയ നിന്റെ കണ്ണൊക്കെ കരഞ്ഞു കലങ്ങിയ പോലെ ഉണ്ടല്ലോ, നിന്റെ മുഖമൊക്കെ ആകെ വാടിയിരിക്കാണല്ലോ, എന്താ പറ്റിയ എന്നോട് പറയാന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന പറയുന്നുണ്ട് ഒന്നുമില്ല ആദർശേട്ടാ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിനക്ക് എന്തോ ഒരു വിഷമമുണ്ട്, പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ഒന്നുമില്ല ആദർശേട്ടാ എന്ന് പറയാണ് നയന. ഞാൻ അടുക്കളയിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശിനെ കൈയിടിപ്പിച്ചിട്ട് നയന അകത്തേക്ക് പോകുന്നുണ്ട്. ആദർശ് ഓർക്കാണ് എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലാതെ നയന ഇങ്ങനെ വിഷമിച്ചിരിക്കില്ലല്ലോ എന്നിങ്ങനെ ഓർക്കാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് നവി വരുന്നുണ്ട്. നവി വന്നിട്ട് ആദർശിന്റെ കുറച്ചപ്പുറം മാറി നിന്നിട്ട് പറയാണ് ആദർശേട്ടാ ഇവിടുന്ന് വലിയൊരു വിഷയം ഉണ്ടായി. എന്താ നവ്യ? നയയുടെ കണ്ണൊക്കെ കരഞ്ഞു കലങ്ങിയിരിക്കുന്നു, പക്ഷെ ചോദിച്ചിട്ട് ഒരു മറുപടി പറയുന്നില്ല. അതെന്താണെന്ന് അറിയാവോ? ഇന്ന് നയന ഉച്ചയ്ക്ക് പാചകമൊക്കെ ചെയ്തോണ്ടിരിക്കായിരുന്നു. ഈ സമയത്ത് അവളെല്ലാം കറികളൊക്കെ റെഡിയാക്കി വെച്ചതാ. ആരാണെന്ന് അറിയില്ല ഒരു കറിക്കകത്ത് മുഴുവനും ഉപ്പ് വാരിയിട്ടു. മിക്കവാറും അത് എന്റെ അമ്മായിമ്മ തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇവരെ കൊണ്ട് വലിയ ശല്യമായില്ലോ എന്ന് പറയുന്നുണ്ട് ആദർശ്. എന്ത് ചെയ്യാൻ ആദർശേട്ടാ, ആ സമയത്ത് അവിടെ ആ ജലജാപ്പിച്ച് മാത്രമേ വന്നുള്ളൂ. ഞാൻ കണ്ടതുവാ അവര് അവിടെ പാത്രം പതിഞ്ഞേക്ക് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ഡൗട്ട് അടിച്ചാ. ഞാൻ നയനോട് പറഞ്ഞായിരുന്നു ഇതുപോലെ അവർ പാത്രം പതിഞ്ഞേക്ക് നിൽക്കുന്നുണ്ട്, എന്തോ ഒരു സംഭവിപ്പിക്കാനുള്ള പണിയാണെന്ന്. നയനാണെങ്കിലോ അത് വിശ്വസിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോ എന്താ സംഭവം, ഞങ്ങൾ നോക്കുമ്പോ ഒരു കറിക്കകത്ത് നിറയെ ഉപ്പ്. ദേവിയനാണെങ്കിലോ ഈ ആദർശേട്ടന്റെ അമ്മയാണെങ്കിൽ ഈ കാര്യം പറഞ്ഞ് അതിനെ ഒരുപാട് വഴക്കുണ്ടാക്കി. എന്നിട്ട് ഈ കറി മൊത്തം ഞങ്ങളുടെ മുഖത്ത് വലിച്ചെറിയുന്നത് പോലെയാ അവിടെ വാഷ് ബേസിലേക്ക് കൊണ്ട് വലിച്ചെറിഞ്ഞത്. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ട, ജോലിക്കാരുടെ ഡ്യൂട്ടി മര്യാദയ്ക്ക് ചെയ്യണം, അല്ലാതെ ആ സമയത്ത് സ്വപ്നങ്ങളുടെ നിൽക്കാല്ല വേണ്ടത്. നിനക്ക് മാസം നിനക്ക് ഇവിടുന്ന് ഫുഡും കിടക്കാൻ സൗകര്യമൊക്കെ തരുന്നുണ്ടല്ലോ, അപ്പൊ ഈ വീട്ടിലെ ജോലി ചെയ്താൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ഞങ്ങൾ ദേഷ്യപ്പെട്ടു. ഞാനൊന്നും മിണ്ടാതെ കരഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ പോയിട്ട് കുറെ വഴക്കുണ്ടാക്കി. നയനെ വീട്ടിലെ വേലക്കാരില്ലെന്നും മരുമോളാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ദേഷ്യപ്പെട്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആദർശ് ചോദിക്കുന്നുണ്ട് അല്ല മുത്തശ്ശൻ ഈ സമയത്ത് ഇല്ലായിരുന്നോ? ഇല്ല, അവർ അമ്പലത്തിലേക്ക് പോയിരിക്കായിരുന്നു. അതാണല്ലോ വല്യമ്മ ഇത്ര അധികാരത്തോടുകൂടി ആ കറിയൊക്കെ കൊണ്ട് വലിച്ചെറിഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്നിട്ട് നവി പറയാണ് ഈ സമയത്ത് ഞാൻ നയനെ ഒരുപാട് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചതാ, പക്ഷേ നയനയ്ക്ക് ഒരുപാട് വേദനിച്ചു. കാരണം വേലക്കാട് ജോലി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു വേലക്കാരുടെ ബിഹേവ് ചെയ്യുന്നതിനും അപ്പുറമായിരുന്നു ആദർശന്റെ അമ്മ അവളോട് ബിഹേവ് ചെയ്തത്. അവളെ അടിച്ചില്ലെന്നേ ഉള്ളൂ, അവളുടെ നേരെ കൈയൊക്കെ ഓങ്ങിയിട്ട് ഇനി മേലാല് ഇത്തരം ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ജാനകി ചെറിയമ്മയ അവളൊന്ന് സമാധാനിപ്പിച്ചത്. ഞാനും ബാക്കി ജലജാട കാര്യം അറിയാലോ, ഒന്നുകൂടെ എരികേറ്റി കൊടുക്കായിരുന്നു. വേലക്കാരി ആയാല് അവളുടെ ജോലി ചെയ്യണം, അല്ലാതെ ഇങ്ങനെ സ്വപ്നം കൊണ്ടിരിക്കാനോ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അമ്മായിമ്മയും കുറെയൊക്കെ അവളെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഇടയ്ക്കേറി എന്റെ അമ്മായിമ്മയ്ക്ക് കൊടുക്കാനുള്ളത് കണക്കിന് കൊടുത്തു. അതുകൊണ്ട് അവര് വാലും ചുരുട്ടി അകത്തേക്ക് കയറിപ്പോയി. പക്ഷെ ആദർശൻ അമ്മയോട് അങ്ങനൊന്നും പറയാൻ പറ്റില്ലല്ലോ, നയന എന്നെയും വിലക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആദർശ് ഓർക്കാണ് ഈ അമ്മയെ കൊണ്ട് വലിയ വിഷയമായല്ലോ, ഇങ്ങനെയൊക്കെ പെരുമാറരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്താ സംഭവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് നയനയും കൂട്ടി മുറിയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവളുടെ രണ്ട് കവളും പിടിച്ചിട്ട് പറയുന്നുണ്ട് നയന സോറി, അമ്മ ചെയ്ത തെറ്റിന് ഞാൻ നിന്റെ സോറി ചോദിക്കാന്ന് പറയുമ്പം ആദർശിട്ട് ഞാനോട് സോറി ചോദിക്കുന്നത്. അതൊന്നും സാരമില്ല, എനിക്കങ്ങനെ പരാതിയില്ല എന്ന് പറയുന്നുണ്ട്. എനിക്കറിയാം നീ ഒരു പരാതിയും പറയില്ല എന്ന് എന്നോട് നവി വന്ന് പറഞ്ഞു കാര്യങ്ങളെല്ലാം. നിന്നെ അങ്ങനെ ജോലിക്കാരാണെന്നൊക്കെ പറയുമ്പോ നിനക്ക് തന്റെ അടുത്ത് പറയാമല്ലായിരുന്നോ ഞാൻ ആദർശിന്റെ ഭാര്യയാണ്, ജോലിക്കാരല്ലെന്ന്. നയന പറയാണ് അത് അമ്മയ്ക്ക് അറിയാൻ പാടാത്ത കാര്യമൊന്നുമല്ലല്ലോ, പക്ഷെ നീ ഒരു ജോലിക്കാരിയെപ്പോലല്ലേ കാണുന്നത്, എപ്പോഴും ഈ ഒരു വഴക്കും ഈ ഒരു പരിഹാസവാ. ആ അപ്പച്ചി ആയിരിക്കും വന്ന് കറിയിൽ മൊത്തം ഉപ്പ് വാരിയിട്ടത്. ഒരു കറി മുഴുവനും ആ അപ്പച്ചി നശിപ്പിച്ചു. എത്ര നേരത്തിന് അത് ഉണ്ടാക്കിയെന്നറിയാമോ, എത്ര ആഗ്രഹിച്ചുണ്ടാക്കി പുളിശ്ശേരിയാന്നറിയാമോ, അത് മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് എന്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്നത് പോലെയാ അമ്മ ആ ബൗളിലെ കറി കൊണ്ടെന്ന് വാഷ് ബേസിലേക്ക് എടുത്ത് ഊറ്റിയത്. അവിടെ മുഴുവനും തെറിച്ചു. കരഞ്ഞുകൊണ്ട് ഞാൻ മൊത്തം ക്ലീൻ ചെയ്യുന്നൊക്കെ പറഞ്ഞ് നയനെ സങ്കടപ്പെട്ട് ആവേശം നെഞ്ചിലേക്ക് തലയാഴ്ച ഇടുന്ന കരയുന്നുണ്ട് കേട്ടോ.
ആദർശോളെ സമാധാനിപ്പിക്കുകയാണ് സാരില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഇച്ചിരി നേരം ആദർശിന്റെ മടിയിൽ കിടന്നോട്ടെ എന്ന് ചോദിച്ച് സങ്കടപ്പെടുന്നുണ്ട് നയന. അതിനെന്താ നയന, നീ കിടന്നെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശിന്റെ മടിയിലേക്ക് തല ചായച്ച് നയനെ കിടന്ന് കരയുന്നുണ്ട്. ആദർശാണല്ലേ അവളുടെ മുന്നിൽ തലോടിക്കൊണ്ട് പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, അതിനൊക്കെ ഞാൻ പരിഹാരം ഉണ്ടാക്കോളാം, ഞാൻ ഇപ്പൊ തന്നെ അമ്മയോട് ചോദിക്കാന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട വേണ്ട, ആദർശം അമ്മയോട് ചോദിക്കുന്നു വേണ്ട, അത് പിന്നെ വലിയ ഇഷ്യൂ ഉണ്ടാവും എന്ന് പറയാണ്. അങ്ങനെ ഞാൻ നയനെ തലോടിക്കൊണ്ട് തന്നെ നയയുടെ കവളിൽ ഇങ്ങനെ ഉമ്മ കൊടുക്കുന്നുണ്ട് അവള് മടി കിടക്കുമ്പോ. അങ്ങനെ നയനെ പറയുന്നുണ്ട്, ആദർശിന്റെ സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് പറഞ്ഞാലും സഹിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നയനെ കണ്ണീരൊക്കെ തുളച്ചിട്ട് പറയാണ്, എനിക്കിപ്പോ സന്തോഷമായി, ആദർശിന്റെ ഒരു തലോടൽ മതി, എനിക്ക് ഓക്കെ ആണെന്ന് പറയാണ്. ഫ്രഷ് ആയിട്ടും ആദർശിട്ടാ ഞാൻ എന്തെങ്കിലും സ്നാക്സ് എടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നയനെ പോകാൻ തുടങ്ങുമ്പോഴേക്കും ആദർശയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, സോറി നയന, നീ ഇവിടെ വന്ന് കയറിയപ്പോ മുതലേ ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്തത്, ഒരുപാട് ഞാൻ നിന്നെ വെറുപ്പിച്ചിട്ടും ആട്ടിട്ടും ഒക്കെ ഉണ്ട്. ആ സമയത്തെല്ലാം തന്നെ നീ ഒരുപാട് കടിച്ച് ക്ഷമിച്ചോട് നിന്നത് എന്റെ സ്നേഹത്തിനോട് മാത്രം. അമ്മയും ഞാൻ നിന്നെ ശ്രദ്ധിക്കാമെങ്കിൽ എന്റെ അമ്മ ഇനിയൊന്നും പറയില്ലായിരുന്നു, എല്ലാം എന്തായാലും തെറ്റെന്ന് പറയുമ്പോൾ അതൊന്നും സാറില്ല ആദർശേട്ടാ, ആദർശം ഒന്നും ഓർത്ത് വിഷമിക്കണ്ട എന്നൊക്കെ നയനെ പറയുന്നുണ്ട്. അങ്ങനെ നയനെ പറഞ്ഞിട്ട് നയന പുറത്തേക്ക് പോകുന്നുണ്ട്. ശരി, ഈ അമ്മയുടെ ഒരു കാര്യം, ഏത് നേരം നയനെ വഴക്കുറണിക്ക അമ്മയുടെ പരിപാടി, എന്തെങ്കിലും ഇത് അവസാനിപ്പിക്കണം എന്നൊക്കെ ആദർശിനെ ആലോചിക്കുന്നുണ്ട്. ഈ സമയം മുത്തശ്ശിയൊക്കെ അമ്പലത്തിലേക്ക് പോയിട്ട് വരുന്നുണ്ടായിരിക്കും കേട്ടോ. നയനാണെങ്കിൽ ആദർശ് ഒരു ഉമ്മ അങ്ങനെ സ്നേഹിച്ചതിന്റെ ഒക്കെ ഒരു സന്തോഷത്തില് അവളെ കണ്ണുനീരൊക്കെ തുടച്ച് നേരെ അടുക്കളയിലേക്ക് വരുന്നുണ്ട്. മുത്തശ്ശിയും വന്നോ, ഞാൻ കോഫി എടുക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ മുറിയിലേക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ മുറിയിലേക്ക് പോവാണ്. ഈ സമയത്തേക്ക് നവ്യ അവർ മുറിയിലേക്ക് പോകുന്നുണ്ട്. പോയിട്ട് മുത്തശ്ശനോട് പറയാണ്, മുത്തശ്ശ ഇതുപോലെ ദേവയാനി വല്യമ്മ നയനെ ഒരുപാട് വഴക്ക് പറഞ്ഞു, ഒരു കറികളുടെ മുഖത്തേക്ക് എറിയുന്നത് പോലെയാ ദേവയാനി വല്യമ്മ പോയി എല്ലാം വലിച്ചെറിഞ്ഞത്. നയന ഇത്ര നേരം കരച്ചിലായിരുന്നു, നിങ്ങളില്ലാത്തൊരു ധൈര്യമാ വല്യമ്മ കാണിച്ചത്, ജലജാപ്പിച്ചായിരിക്കും പോയി ഉപ്പ് വാരിയിട്ടത്, അല്ലാതെ അത്രയും ഉപ്പൊന്നും ആരും വാരിയിടില്ല, വാരി വെക്കാൻ കൊള്ളില്ലായിരുന്നു. ആ സമയം അടുക്കളയിലേക്ക് പോയത് എന്റെ അമ്മായി മാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളെല്ലാം നവ്യ മുത്തശ്ശനോട് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ഇനി ഞാൻ നയയുടെ നേരെ എന്തുണ്ടായാലും നീ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. ശരി മുത്തശ്ശ, എന്നോട് ദേവിയോട് വില്ലെന്ന് പറഞ്ഞേക്കല്ലെന്നാണ് നയനയുടെ ഓർഡർ. അവളുടെ അമ്മായിമ്മേനെ ഒന്നും പറയാൻ പാടില്ലെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ എന്റെ അമ്മായിമ്മ കണക്കിനുള്ളത് ഞാൻ കൊടുത്തെന്ന് പറയുമ്പോൾ അങ്ങനെ വേണം, തെറ്റിയുന്നവരാരായാലും അവരെ മുഖം അടിച്ച് തന്നെ പറയണം, അല്ലാതെ അത് ക്ഷമിച്ച് നീക്കേണ്ട കാര്യമൊന്നുമില്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, എങ്കിൽ ഇതിന് ഇന്ന് തന്നെ തീർപ്പുണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ പറയുന്നുണ്ട്. അങ്ങനെ നവി പറയാണ്, നയനെ പറഞ്ഞു നോത്ത് ഇനി നയനോട് വഴക്കുണ്ടാക്കാത്ത വിധം വേണം മുത്തശ്ശി ചെയ്യാനെന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ചെയ്തോളാം മോളെന്ന് പറഞ്ഞിട്ട് അവിടെ മുത്തശ്ശിയോട് താഴേക്ക് പോകുന്നുണ്ട്. താഴെ ഹാളിലേക്ക് വന്നിട്ട് ദേവയാനി എന്ന് ഉറക്കെ മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് വിളിക്കുന്നുണ്ട്. മുത്തശ്ശന്റെ ദേഷ്യം കേട്ടുകൊണ്ട് അനിയും മോളിരുന്ന ആദർശും അടുക്കളയിൽ നിന്ന് നയനയും നവ്യയും അതുപോലെ അഭിയും ദേവയാനിയും ജലജയും ജയനും അതുപോലെ അജയനും എല്ലാവരും വരുന്നുണ്ട്. എന്താച്ചാ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ പ്രശ്നം അറിയണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താച്ചാ അച്ഛൻ ടെൻഷൻ അടിക്കാതെ, അച്ഛൻ BP കൂടും എന്നൊക്കെ പറയാണ് ജയൻ. എനിക്ക് BP കൂടുന്ന ഭാര്യ നിന്റെ ഭാര്യ നിലക്ക് നിർത്താൻ നീ വേണം പഠിക്കാണെന്ന് പറയുന്നുണ്ട്. എന്താച്ചാ എന്താണ് തെറ്റ് ദേവന് ചോദിക്കുകയാണ്. എന്താച്ചാ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഓഹോ, നീ ഒരു തെറ്റും ചെയ്തില്ല അല്ലേ, ഒന്നും അറിയത്തോടെ നീ അഭിനയിക്കാണോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോ അല്ലച്ചാ ഞാൻ ഒന്നും ചെയ്തില്ല, എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ദേവയാനി. നയനമോള് ഇത്ര നേരം കരച്ചിലായിരുന്നു, ഞാൻ വന്നപ്പം അവൾ ചിരിച്ച് അഭിനയിച്ചുകൊണ്ട് നിൽക്കുക, എന്താ അതിന് കാരണം ചോദിക്കുന്നുണ്ട്. ദേവനി മനസ്സിലോർക്കാണ്, ഓഹോ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം പറഞ്ഞു കൊടുത്തല്ലേ എന്നും പറഞ്ഞിട്ട് നയനെ രൂക്ഷഭാഗത്തിൽ നോക്കുന്നുണ്ട്. ഇതിന് ബാക്കി വീഡിയോ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാട്ടോ. മിസ്സായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.